എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. ഇതാണ് ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബീഫിൻ്റെ പീസൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം വേണം നമുക്ക് ഈ ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ. ആദ്യം നമുക്കിതൊന്ന് കുക്കറിലൊന്ന് വേവിക്കണം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 350 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനിതാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും ബീഫ് ഡ്രൈ റോസ്റ്റ് എടുക്കുന്ന സമയത്ത് എല്ലില്ലാത്ത പീസാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പീസ് വേണം എടുക്കാൻ. അങ്ങനെതാ മസാലയൊക്കെ പുരട്ടി വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഞാനിതിപ്പോൾ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഓരോ പീസായിട്ട് കുക്കറിലേക്ക് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതൊരു 3/4 വേവാവുന്ന വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 3 വിസിൽ വരുമ്പോൾ തന്നെ വേവിച്ചെടുക്കാം. കാരണം ഇവിടുത്തെ ബീഫൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് കുക്കായി വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കണം. നമുക്കിത് ആവശ്യമുള്ളതാണ്. അങ്ങനെ നമ്മൾ കുക്കറിൽ നിന്നെല്ലാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന പോലെ ഇതിലെ ഓരോ പീസ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു മസാല പുരട്ടിയ ശേഷമാണ് നമ്മളിത് ഇനി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നീളത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്കിതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചെടുത്തതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ചെറുനാരങ്ങ നീരാണ്. ഇനി നമുക്ക് ഈ മസാല എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനിതാ മസാല എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസെല്ലാം നമുക്കിതിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് പൊട്ടാൻ പാടില്ല. അരമണിക്കൂർ നേരം കഴിഞ്ഞ ശേഷമാണ് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അത് എല്ലാ ബീഫ് പീസും ചേർത്തിട്ടുണ്ട്. നമുക്കിനി മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 hour ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനത് മസാലയൊക്കെ പുരട്ടി വെച്ച ശേഷം അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനത് ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1 by 1 ആയിട്ട് ഫ്രൈ ചെയ്ത് അതിനത് എണ്ണയൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബീഫ് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനത് ഫസ്റ്റ് സ്റ്റിപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ. അകം ശരിക്കും വെന്ത് കിട്ടില്ല. അതുപോലെ തന്നെ വല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പോവും. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും വിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം വേണം ഇത് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം രണ്ടാമത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനിത് രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ കുറച്ച് കറി ലീവ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. വിശേഷ അവസരങ്ങളിലോ അതല്ലെങ്കിൽ സൺഡേസിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റാർട്ടർ ഐറ്റമാണ് ഈ ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ BDF എന്ന് പറയുന്ന ഡിഷ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്റ്റാർട്ടറാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.